എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ ചാനലിൽ ഞാൻ ദ സീക്രട്ട് എന്ന പുസ്തകത്തിൻ്റെ മലയാള വിവർത്തനം ആണ് വായിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ 9ാമത്തെ ചാപ്റ്ററായ നിങ്ങൾക്കുള്ള രഹസ്യം ആണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു സബ് ടൈറ്റിലുണ്ട്. അത് ഇങ്ങനെയാണ്: ഒരൊറ്റ വിശ്വവിശാലമായ മനസ്സ്. ഡോക്ടർ ജോൺ ഹെഗ്ലിൻ്റെ വാക്കുകളാണ് ഇനി വായിക്കാൻ പോകുന്നത്. ഈ പ്രപഞ്ചം നിശ്ചയമായും ചിന്തയിൽ നിന്നാണ് ആവിർഭവിക്കുന്നത്. നമുക്ക് ചുറ്റുമുള്ള ഈ ദ്രവ്യം മുഴുവനും ഊറിവന്ന് അടിഞ്ഞുകൂടിയ ചിന്തകളാണ്. ഈ കാര്യങ്ങൾ ക്വാണ്ടം മെക്കാനിക്സും ക്വാണ്ടം കോസ്മോളജിയും സ്ഥിരീകരിക്കുന്നു. ആത്യന്തികമായി ഈ പ്രപഞ്ചത്തിൻ്റെ സ്രോതസ്സ് നാം തന്നെയാണ്. അനുഭവങ്ങളിലൂടെ നാം അത് നേരിട്ട് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ആധിപത്യം പ്രയോഗിക്കാനാവും. നാം കൂടുതൽ നേടാൻ ആരംഭിക്കും. എന്തും സൃഷ്ടിക്കുവാനാവും. ആത്യന്തികമായി പ്രപഞ്ചത്തെ ചലിപ്പിക്കുന്ന ഈ പ്രാപഞ്ചിക ബോധമണ്ഡലം തന്നെയായ നമ്മുടെ അന്തർബോധത്തിൽ നിന്ന് എന്തും അറിയാൻ കഴിയും. ആ ശക്തിയെ പോസിറ്റീവായാണോ നെഗറ്റീവായാണോ നാം ഉപയോഗിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് ആരോഗ്യത്തിൽ അധിഷ്ഠിതമായ ശരീരത്തെയും നമ്മുടെ ചുറ്റുപാടുകളെയും നാം രൂപപ്പെടുത്തുന്നത്. അതായത് നാം തന്നെയാണ് വിധാതാക്കൾ. കേവലം നമ്മുടെ വിധിയുടെ മാത്രമല്ല, ആത്യന്തികമായി ഈ പ്രപഞ്ചത്തിൻ്റെ ഒട്ടാകെ വിധാതാക്കൾ നാം തന്നെയാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാക്കൾ നമ്മളാണ്. മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന ശക്തിക്ക് യഥാർത്ഥത്തിൽ അതിരുകളില്ല. ആ അഗാധമായ ചലനാത്മക ഊർജത്തെ നാം എത്രത്തോളം തിരിച്ചറിഞ്ഞ് പ്രയോഗിക്കുന്നുവോ അത്രത്തോളം ആ ശക്തിയെ നമുക്ക് പ്രയോജനപ്പെടുത്താം. അത് യഥാർത്ഥത്തിൽ നാം ഏതു തലത്തിൽ നിന്നാണ് ചിന്തിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഡോക്ടർ ഹെഗ്ലിൻ പറയുന്നത് പോലെ ഒരു പ്രാപഞ്ചിക മനസ്സ് മാത്രമാണ് നിലനിൽക്കുന്നത് എന്ന നിലയ്ക്ക് തന്നെയാണ് ചില മഹാഗുരുക്കന്മാരും അവതാരപുരുഷന്മാരും ഈ പ്രപഞ്ചത്തെ വിശദീകരിക്കുന്നത്. ആ ഒരൊറ്റ മനസ്സ് ഇല്ലാത്ത ഒരിടവുമില്ല. ആ ഒരൊറ്റ മനസ്സ് എല്ലാറ്റിലും എല്ലായിടത്തും ഒരേ സമയം നിലകൊള്ളുന്ന സമസ്തധീഷണയായി, സമസ്തജ്ഞാനമായി, സമ്പൂർണതയായി വർത്തിക്കുന്നു. സർവവും ആ ഒരൊറ്റ പ്രാപഞ്ചിക മനസ്സ് ആണെങ്കിൽ അത് സമ്പൂർണമായി എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നുവെങ്കിൽ അതുതന്നെയല്ലേ നിങ്ങൾക്കുള്ളിലുമുള്ളതും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് മനസ്സിലാക്കി തരുവാൻ ഞാൻ ശ്രമിക്കാം. എല്ലാ സാധ്യതകളും ഇവിടെ മുൻപേ തന്നെ നിലനിന്നിരുന്നു എന്നാണ് അതിനർത്ഥം. ഇന്നത്തെ വായന ഞാനിവിടെ നിർത്തുകയാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്